അങ്ങനെ വി.ഡി. സതീശൻ്റെ പുതുയുഗ ജൈത്രയാത്ര ആരംഭിച്ചു. പുതിയ സർക്കാർ വന്നു. ഒരുപിടി നല്ല തീരുമാനങ്ങളാണ്. ഓരോ ക്യാബിനറ്റും വിസ്മയങ്ങളാണ്. ഒന്നാമത്തെ ക്യാബിനറ്റിൽ തന്നെ എടുത്ത മനോഹരമായൊരു തീരുമാനമാണ് പിന്നെ 3000 രൂപ ആശാ വർക്കേഴ്സിന് കൂട്ടിക്കൊടുത്തു. അതിൻ്റെ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ അവർ നടത്തുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഓർഡർ ഇറങ്ങി. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ജൂൺ 15 മുതൽ 50% സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി ആലോചിച്ചു. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ആദ്യത്തെ ക്യാബിനറ്റ് ചെയ്തു. രണ്ടാമത്തെ ക്യാബിനറ്റ് ആയപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ഒന്നെന്ന് പറയുന്നത് ഒന്നാമത്തെ ക്യാബിനറ്റിൽ തന്നെ മറ്റൊരു തീരുമാനം എടുത്തിരുന്നു. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാൻക്കെതിരെ അന്വേഷിക്കാൻ ഷൗക്കത്ത് അലിയാണ് ഏൽപ്പിച്ചത്. ഷൗക്കത്ത് അലി ആൾ പുലിയാണ്. പണ്ട് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ 51 വെട്ട് വെട്ടിക്കോട്ടെ TP ചന്ദ്രശേഖരൻ വധത്തിലുള്ള ആളുകളെ പോയി പൊക്കിക്കൊണ്ട് വന്ന ടീമിലുണ്ടായിരുന്ന ആളാണ് ഷൗക്കത്ത് അലി. വളരെ മിടുക്കനായിട്ടുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗൺമാൻമാരെ 2 പേരുടെ അവർക്ക് വേറെ നടപടി വരാനുള്ള സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള, ഒന്നുകിൽ ഡിസ്മിസ് ആയിരിക്കും, അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്നാൽ കുറച്ചുകൂടി ഒരു റെസിസ്റ്റൻസ് വരുമല്ലോ. പക്ഷേ സാധ്യതയില്ല. എത്ര പ്രതിരോധം വന്നാലും പിരിച്ചുവിടാനുള്ള എല്ലാ സാധ്യതയും, അല്ലെങ്കിൽ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നെ അപ്പോൾ അത് ഒരു നല്ല തീരുമാനമെടുത്തു. പിന്നെ ഇന്ന് ഒരു വേണു എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ എറർ കൊണ്ട് മാത്രം, മിസ്റ്റേക്ക് കൊണ്ട് മാത്രം പ്രശ്നം പറ്റിയ ഒരു വേണുവിന് 5 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അതിനേക്കാളൊക്കെ വളരെ മനോഹരമായൊരു തീരുമാനം ഇന്നെടുത്തത്, അദ്ദേഹം എടുത്ത തീരുമാനം മഞ്ഞക്കുറ്റി വലിച്ചെറിയാൻ തീരുമാനിച്ചു. കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളിന് വേണ്ടി വീട് വീടാന്തരം കയറി അടുക്കളയിലും പാചകം ചെയ്തുകൊണ്ടിരുന്ന അമ്മമാരെയൊക്കെ ഉമ്മമാരെയൊക്കെയാണ്, ഒരു പ്രാവശ്യം പുറത്തു പോലും പോയിട്ടില്ലാത്ത പാവപ്പെട്ട പർദ്ദയുടെ അകത്ത് മാത്രം ജീവിക്കുന്ന ഉമ്മമാരുടെയൊക്കെ പിടിച്ചു തള്ളി അവരെ അടുക്കളയിൽ കൊണ്ട് മഞ്ഞക്കുറ്റിയിട്ട്, ബാത്റൂമിൽ കൊണ്ടിട്ട്, ബെഡ്റൂമിൽ കൊണ്ടിട്ട് വേണ്ട തോന്നിയവാസങ്ങളെല്ലാം കാണിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു കേരളിൻ്റെ പേരിൽ. മുഴുവൻ മഞ്ഞക്കുറ്റികളും എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ അധികം ആളുകളെടുത്ത് കളഞ്ഞു. ബാക്കിയും കൂടെ വലിച്ചൂരി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കേസുകളും പിൻവലിക്കാൻ പോവുകയാണ്. മാത്രമല്ല അത് വിജ്ഞാപനം നടത്തിയത് വിജ്ഞാപനം നടക്കുകയാണ്. നോട്ടിഫിക്കേഷൻ നടന്നു കഴിയുമ്പോൾ അവരുടെ വസ്തു അവർക്കുള്ളാവും. നേരത്തെ കല്യാണം നടത്താൻ പറ്റുന്നില്ല, പാകം വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, വാങ്ങാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, പ്ലഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു ദുരിതമായിരുന്നു കേരളത്തിൽ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ ദുരിതമായിരുന്നു. ആ ദുരിതപ്പയത്തിന് ഒരു മാറ്റമുണ്ടായിരിക്കുന്നു. ബിഗ് സല്യൂട്ട്. മാത്രമല്ല, പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത ഇതെന്ന് പറഞ്ഞവരെയെല്ലാം പരിസ്ഥിതി വിദ്രോഹികളെ, വികസന വിദ്രോഹികളെന്ന് വിളിച്ച് അവരെയെല്ലാം ചാപ്പ കുത്തി, അവരെയെല്ലാം വലിയ രീതിയിൽ രാജ്യദ്രോഹികളെന്നൊക്കെ വിളിച്ച ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് മാറി ഒരു ഹരിത മുഖ്യമന്ത്രിയിലേക്ക് പോയിരിക്കുകയാണ് വി.ഡി. സതീശൻ. അങ്ങേക്കൊരു ബിഗ് ഗ്രീൻ സല്യൂട്ടാണ് തരേണ്ടത്. വളരെ മനോഹരമായ തീരുമാനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിസ്മയം തുടരട്ടെ. ഇങ്ങനെ പുതിയ ഓരോ ക്യാബിനറ്റിലും പുതിയ കുഞ്ഞു നല്ല തീരുമാനം ഉണ്ടാകട്ടെ. ആരോടും പ്രതികാരമില്ലാതെ, എല്ലാവരും ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും പോകാതെ വളരെ മനോഹരമായ കാര്യങ്ങൾ നടക്കട്ടെ. ഇതിനിടയ്ക്ക് 100 ദിവസത്തെ കർമ്മ പരിപാടി പ്രഖ്യാപിക്കാൻ പോകുന്നു. അങ്ങനെ ഓരോ വകുപ്പിലും അങ്ങനെ മനോഹരമായ ഒരു അതുപോലെ തന്നെ മാനിഫെസ്റ്റോയിൽ വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ ഓരോ വകുപ്പിനോടും ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ മനോഹരമാണ്. പിന്നെ ആളുകളെയൊക്കെ പോസ്റ്റ് ചെയ്ത് വരുന്നു, മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഉപദേഷ്ടാക്കൾ, ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. വളരെ മനോഹരമാണ്. കാര്യങ്ങളും തീരുമാനങ്ങളും നടക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. എന്തായാലും വി.ഡി. സതീശൻ വിചാരിച്ചതിനേക്കാൾ 100 സീറ്റാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ 102 സീറ്റ് കിട്ടി. 1 ഡസൻ മന്ത്രിമാരാണ് തോക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിൽ കൂടുതൽ 13 മന്ത്രിമാരെ തോൽപ്പിച്ചു. ഇതിൽ കൂടുതൽ കേരള ജനത ഒരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ ഈ അടുത്ത കാലത്തൊന്നും കൊടുക്കാത്ത മാൻഡേറ്റാണ് വി.ഡി. സതീശനും സംഘത്തിനും കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ കല്ലുകടിയൊക്കെ ഈ മന്ത്രിമാരെ വയ്ക്കുന്നതിലൊക്കെ ആദ്യം ഉണ്ടായി. മുഖ്യമന്ത്രി ആര് എന്നുള്ളതൊക്കെ വലിയ ചർച്ച നടന്നു. ഒരു 4-5 ദിവസം ഭയങ്കര ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതെല്ലാം പോയി. മന്ത്രിമാരുമായി എല്ലാവർക്കും നല്ല വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും സീനിയർ ആളിനെ സ്പീക്കറാക്കി. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനെയും കളഞ്ഞില്ല, അവർ ഡെപ്യൂട്ടി സ്പീക്കറാക്കി. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ വനിതകൾ നബീസത്ത് വിയക്കൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഭാർഗവി തങ്കപ്പൻ ഇരുന്നിട്ടുണ്ട്. വനിതകൾ നേരത്തെ ഇരുന്നിട്ടുള്ള സീറ്റാണ്. അപ്പോൾ അതുമൊക്കെ വളരെ മനോഹരമാണ്. എന്തായാലും രസകരമായ ഒരു ക്യാബിനറ്റാണ് വന്നിരിക്കുന്നത്. സീനിയർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാണ്. കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല പോലുള്ള, സണ്ണി ജോസഫുള്ള സീനിയർ ആളുകൾ, OJ ജനീഷിനെ പോലെയുള്ള ജൂനിയർ ആളുകളും ഒക്കെ വന്നിട്ട്, ബിന്ദു കൃഷ്ണ, പിന്നെ തുളസി, 2 വനിതകൾ വന്നു. AP അനിൽകുമാർ വളരെ സീനിയറായിട്ടുള്ള മന്ത്രിയാണ്. അങ്ങനെ പരിചയസമ്പത്തുള്ള ആളുകൾ വന്നു. മോൻസ് ജോസഫ് സീനിയറായിട്ടുള്ള മന്ത്രിയാണ്.
അനൂപ് ജേക്കബ് 2ാം തവണയാണ് മന്ത്രിയാകുന്നത്. അങ്ങനെ വളരെ പ്രഗത്ഭരായ ആളുകളെ വെച്ചുകൊണ്ടൊരു മന്ത്രിസഭയാണ്. പുതിയ പുതിയ വിസ്മയങ്ങൾ ഓരോ മന്ത്രിസഭയിലും വരട്ടെ. CP ജോൺ, KSRTC CP ജോണിനാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് ഈ വനിതകൾക്ക് ഫ്രീ ഒക്കെ കൊടുക്കാനുള്ളൊരു ചുമതല. അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു ക്യാബിനറ്റാണ്. VD സതീശൻ എല്ലാ വിജയാശംസകളും. നമ്മളും ഈ ഗവൺമെൻറ്റിന് ചെയ്യുന്ന തെറ്റുകളെ അത് യഥാസമയം ചൂണ്ടിക്കാണിക്കുകയും ശരികളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സമീപനം. കഴിഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ DAയുടെ കാര്യത്തിൽ, DRൻ്റെ കാര്യത്തിൽ, പല പല കാര്യങ്ങളും, അംഗൻവാടിക്കാരുടെ കാര്യത്തിൽ, ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത്. അത് ജനങ്ങൾ തൂത്തെറിഞ്ഞ് എടുത്ത് റോഡിൽ കളഞ്ഞു. വളരെ നന്നായി. ഇനി ഇപ്രാവശ്യം എങ്കിലും വളരെ മനോഹരമായ കരുതലോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് നടക്കട്ടെ. നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ പറഞ്ഞിരുന്നു, അതായത് ഈ ഗവൺമെൻറ് പോകണമെങ്കിൽ, അതായത് പിണറായി വിജയൻ ഗവൺമെൻറ് പോകുന്നെങ്കിൽ വികസനം നടത്താത്തതുകൊണ്ടല്ല പോകുന്നത്, മറിച്ച് പോവുകയാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഗൂണ്ടായുസത്തിൻ്റെയും പേരിലായിരിക്കും ജനങ്ങൾ ഇറക്കി വിടുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. 102 സീറ്റോടുകൂടി ഇറക്കി വിട്ടു. 63 സീറ്റ് കോൺഗ്രസിന് കൊടുത്തു. 71 ഉണ്ടെങ്കിൽ 8 സീറ്റുകൂടെ ഉണ്ടെങ്കിൽ ഭൂരിപക്ഷമായി. അപ്പോൾ 2 കക്ഷി ഉണ്ടെങ്കിൽ പോലും ഭരിക്കാവുന്ന രീതിയിലേക്കുള്ള ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. എന്തായാലും ജനങ്ങൾക്കും ബിഗ് സല്യൂട്ട്. ഭരണമാറ്റം അനിവാര്യമായിരുന്നു ഈ സമയത്ത്. കാരണം 2ാം ഭരണം എന്ന് പറയുന്നത് അൺസഹിക്കബിളായിരുന്നു. ഒരു 3ാം ഭരണം കൂടെ ആയിരുന്നെങ്കിൽ ഇവിടെ അഗ്നിപർവ്വതം വരുമായിരുന്നു. എന്തായാലും സംഭവിച്ചു. പിണറായി വിജയൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യത്തിന് UDF ഉണ്ട് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിനും സ്വജനപക്ഷപാതത്തിനുമുള്ള വലിയൊരു തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ VD സതീശന് കഴിയട്ടെ. 14 മുതൽ 40 കാറുകൾ വരെയാണ് പിണറായി വിജയൻ്റെ പിറകെ പോയിക്കൊണ്ടിരുന്നത്, ഫ്രണ്ടിലും പിറകെ. എന്തൊരു ബഹളമായിരുന്നു CM പോകുമ്പോൾ. ഇതൊരു ബഹളവും ഇല്ല. 2 ആകപ്പാടെ പൈലറ്റ് വാഹനവും എസ്കോട്ട് വാഹനവും പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹനവും മാത്രമേ ഉള്ളൂ. അതൊരു വെള്ള ഇന്നോവ കാറാണ്. മനോഹരമായി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നു. ഇത്രയുടെയൊക്കെ ആവശ്യമുള്ളൂ ഈ പാവപ്പെട്ടൊരു സ്റ്റേറ്റിൽ. പക്ഷെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഡംപിൻ്റെയും ഭാഗമായി രാവണ കോട്ടയാക്കിയിരുന്നു സെക്രട്ടേറിയറ്റിനെ. അതെല്ലാം പൊളിച്ചു കളഞ്ഞ് അവിടുത്തെ ഗേറ്റൊക്കെ തുറന്ന് ജനങ്ങൾക്ക് കൊടുത്തു. മനോഹരം, സുന്ദരം, ആനന്ദം. എന്തായാലും ഭംഗിയായൊരു ഗവൺമെൻറ് വന്നു. അവർ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അവർ മുന്നോട്ട് തന്നെ പോകട്ടെ. പുതുയുഗം പിറക്കട്ടെ.